ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടല്ലേ, ഇവരെന്തിനാ ടവലൊക്കെ ഇട്ടിങ്ങനെ വന്നിരിക്കുന്നതെന്നല്ലയോ? ഇപ്പോൾ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു, നല്ല ഫ്രഷായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഹെയർ ഷാമ്പൂ ചെയ്ത് കേട്ടോ. നമ്മളെല്ലാവരും തിങ്ക് ചെയ്യും അല്ലേ, ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നമ്മളെ ഹെയർ ഒന്ന് സ്ട്രൈറ്റൻ ചെയ്യണം, നല്ല സോഫ്റ്റ് ആക്കണം, അതുപോലെയൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടാവും അല്ലേ. ഇന്നത്തെ ട്രെൻഡ് അത് ആണ് അല്ലേ. മുടിയൊക്കെ സ്ട്രൈറ്റൻ ചെയ്ത് പാർലറിൽ ചെയ്യുന്ന അതേ എഫക്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും കേട്ടോ, നമ്മളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ. അപ്പോൾ ഞാൻ നോർമലി ചെയ്യാറ് ആഴ്ചയിൽ 2 ദിവസം ഷാമ്പുവും കണ്ടീഷണറും 2 ദിവസം ഒരു പാക്കും തലയിലിടും കേട്ടോ. ആക്ച്വലി എനിക്കത് എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ 1 വർഷത്തോളമായി അത് തന്നെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, എനിക്ക് എഫക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ പ്ലമ്മിൻ്റെ അവക്കാഡോ കണ്ടോ, അവക്കാഡോ ആൻഡ് ആർഗൻ ഫ്രിസ് കൺട്രോൾ ഷാമ്പു ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുടി ഫ്രിസി ആയിട്ടിരിക്കില്ല ഇത് യൂസ് ചെയ്യുമ്പോൾ, ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇത് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഷാമ്പു ഉപയോഗിച്ച് കഴുകേണ്ടതെന്നുള്ളത്. ഞാനിപ്പോഴാണ് കണ്ടത് കേട്ടോ. കിടന്ന സമയത്ത് ഒരേപോലെ കിടന്നതിൻ്റെ അടയാളമാണ് എൻ്റെ കവിളിലുള്ളത്. അതിനുശേഷം അതിൻ്റെ തന്നെ ഉണ്ടല്ലോ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യും. അപ്പോൾ കണ്ടീഷണർ ഷാമ്പു കഴിഞ്ഞ് നല്ലതായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. കണ്ടീഷണർ ഒരു 2 മിനിറ്റെങ്കിലും തലയിൽ ഇടുമ്പോഴാണ് ആ മുടിയിൽ ആ സോഫ്റ്റ്നെസ്സൊക്കെ അബ്സോർവ് ചെയ്യുന്നത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് കഴുകി കളയുക. കഴുകി കളഞ്ഞിട്ട് ടവൽ ഡ്രൈ ചെയ്യുക. ഇത് ഞാനിപ്പോൾ ടവൽ ഡ്രൈ ചെയ്ത മുടിയാണ്. അതിനുശേഷം ഈ ഒരു പാക്ക് പ്ലമ്മിൻ്റെ തന്നെയാണ്, ഇതൊരു പാക്ക് എന്ന് പറയാം, ഹെയർ മാസ്ക് എന്ന് പറയും കേട്ടോ. ഈ ഒരു ഹെയർ മാസ്ക് തലയിലിടണം. തലയിലിട്ടതിന് ശേഷം 20 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ആ ന്യൂട്രീഷൻ എല്ലാം നമ്മളെ മുടി അങ്ങ് ഒബ്സർവ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റും മാനേജബിളും ആയിത്തീരും. അതിനുശേഷം അതങ്ങ് വാഷ് ചെയ്ത് കളയുക, ടവൽ ഡ്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന് രാവിലെ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് കടക്കാം. ടവൽ ഡ്രൈ ചെയ്ത മുടിയാണ്, എല്ലാവർക്കും അറിയാലോ ഹെയർ ഡ്രൈ ചെയ്യാൻ അല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഡ്രൈ ആക്കി വരാവേ. മുടി ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കോതുക. ഡ്രൈ ആയിട്ടുണ്ട്. കഴിയുന്നതും അധികം ചൂട് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. എനിക്കിതാണ് സൗകര്യം. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ സൗകര്യത്തിനുള്ള കോം ഉപയോഗിച്ച് മുടി കോതുക. ഞാൻ മുടി കോതിയിട്ടുണ്ട്. ഒരുപാട് മുടി ഡ്രൈ ആക്കി എടുക്കത്തില്ല, ഒരു ലൈറ്റ് മോയ്സ്ചർ ഉള്ളതുപോലെ ആക്കി എടുക്കുക. മുടി ഞാൻ കോതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒരു 2 ആക്കാം കേട്ടോ. എനിക്ക് ആദ്യം തിക്നെസ് ഉള്ള മുടി അല്ലാത്തത് കൊണ്ടാണ് 2 ആക്കുന്നത്. ഇപ്പോൾ ഒരുപാട് തിക്നെസ് ഉള്ളതാണെങ്കിൽ നമുക്ക് 4 ആക്കിയൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒക്കെ സ്ട്രൈറ്റ്നേഴ്സ് കാണുമല്ലേ. ചെറിയ ചൂടിൽ മുടി ഒന്ന് സ്ട്രൈറ്റൻ ചെയ്യുക. ഒരു ചെറിയ നനവും മുടിയിലുണ്ടായിരിക്കണം കേട്ടോ. ഒരുപാട് ചൂട് കൊടുക്കാൻ പാടില്ല. മുടി സ്ട്രൈറ്റൻ ആയതായോ കണ്ടോ. ഇനി നമുക്കിതെല്ലായിടും ചെയ്തു വരാം കേട്ടോ. അപ്പോൾ ഈ സൈഡ് ഞാൻ ചെയ്തു, സ്ട്രൈറ്റൻ ചെയ്തു. ഇനി നമുക്ക് ഈ സൈഡോട് ചെയ്യാം കേട്ടോ. ഈ ബാക്ക് സൈഡിലാണ് ഇത് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പെഗ് വയ്ക്കും. ഒരുപാട് ചൂട് കൊടുക്കരുത് മുടിക്ക്. ഞാനിതിലെ ഏറ്റവും കുറഞ്ഞ സെറ്റിംഗ് ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാമല്ലേ ഇതുപോലത്തെ സ്ട്രൈറ്റൻ ആയിട്ടുള്ള ഹെയർ അറ്റ് ഹോം അല്ലേ. നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് സ്ട്രൈറ്റൻ ചെയ്യാൻ മുടി.
വലിയ എഫർട്ടൊന്നും വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് പൈസ ചിലവൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസിയാണ്. എനിക്ക് നല്ല ചൂടെടുക്കുന്നത് അയൺ സ്ട്രെയിറ്റനിങ് അയൺ യൂസ് ചെയ്ത് ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് and see you soon with another vlog. Till then, bye for now and take care. Bye bye.